എല്ലാ വിദ്യാർത്ഥികൾക്കും ഐവാ സുന്നിയ റെസിഡൻഷ്യൽ അക്കാദമിയുടെ +1 എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാം നടത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളുടെ പേപ്പർ ഒരു ഒറ്റ നോട്ടത്തിലൊക്കെ നോക്കിയ സമയത്ത് വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആൻസർ കീ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ വാല്യുവേഷൻ ചെയ്ത് മാർക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വളരെ നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. റിവിഷനൊക്കെ നടത്തി തന്നെ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. നമുക്കറിയാം പാർട്ട് 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ പേരാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. കളക്ഷൻ ഓഫ് ഡേറ്റാസിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റാസ് കളക്ഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആണ് നമുക്ക് നോക്കാം. സോഴ്സസ് ഓഫ് ഡാറ്റ. ഡാറ്റാസിൻ്റെ സോഴ്സസ് നമുക്ക് രണ്ടായിട്ട് പ്രധാനമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി. ഡാറ്റ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം 2 sources, that is primary data and secondary data. അതായത് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഒരാളെടുത്ത് പോയിട്ടോ ഒരു ഓർഗനൈസേഷനിലൊക്കെ പോയിട്ടോ ഒക്കെ കളക്ട് ചെയ്യുന്ന നമ്മുടെ ആവശ്യത്തിന് തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസാണ് എന്ത്, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന മെത്തേഡൊക്കെ എന്താണ്, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. നമ്മളൊരു വ്യക്തിനെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതൊക്കെ എന്താണ്, പ്രൈമറി മെത്തേഡാണ്, ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെ മറ്റേതെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇൻഫർമേഷൻ ഡാറ്റാസ് ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ എന്താണ്, മറ്റാരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഡാറ്റാസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടാമതും ഉപയോഗിക്കുന്നതാണ് എന്ത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ്. ഇപ്പോൾ പ്രൈമറി ഡാറ്റ ഈസ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലേ, പുതിയ ഇൻഫർമേഷൻസ് ആയിരിക്കും പ്രൈമറി ഡാറ്റ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, റിസർച്ചർ കളക്ട് ഡാറ്റ ബൈ കണ്ടക്ടിങ് ആൻ എൻക്വയറി. ഒരു റിസർച്ചർ എൻക്വയറി നടത്തിയിട്ട് കണ്ടെത്തുന്ന ഡാറ്റാസ്, ഇതൊക്കെ എന്താണ്, പ്രൈമറി ഡാറ്റാസിന് എക്സാമ്പിളാണ്. ഇഫ് ദി ഡാറ്റ ഹാവ് ബീൻ കളക്റ്റഡ് ആൻഡ് പ്രോസസ്ഡ് ബൈ സം അതർ ഏജൻസി ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി ഡാറ്റ. ഇപ്പോൾ ഈ ഡാറ്റാസ് മറ്റേതെങ്കിലും ഏജൻസി അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് അതിനുശേഷം അവർ പ്രോസസ്സ് ചെയ്തതൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. കാരണം എന്താണ്, അത് ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, അത് അവരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കളക്ട് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് സെക്കൻഡറി ഡാറ്റാസിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റാസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. സോ സെക്കൻഡറി ഡാറ്റ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം പബ്ലിഷ്ഡ് സോഴ്സസ് അല്ലേ. സെക്കൻഡറി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക പബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നാണ്. ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട്സ്, ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ് റിട്ടൺ ബൈ എക്കണോമിസ്റ്റ് ഓർ ഫ്രം എനി അതർ സോഴ്സസ് ഒക്കെ എന്താണ്, സെക്കൻഡറി ഡാറ്റാസിൻ്റെ വിവിധ സോഴ്സുകളാണ്.
അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടേണ്ടത്. ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനീനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു മാരുതി സുസുക്കി എന്ന കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ആണ് കിട്ടേണ്ടത്. നമ്മൾ ഗോ ടു ദാറ്റ് വെബ്സൈറ്റിലെ മാരുതി സുസുക്കിൻ്റെ വെബ്സൈറ്റ് കൂടി എന്ത് ചെയ്യും, ഡാറ്റാസ് കളക്ട് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവിടുന്ന് അവൈലബിൾ ആവും. അപ്പോൾ അതൊക്കെ എന്താണ്, സെക്കൻഡറി ഡാറ്റ സോഴ്സസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, സെക്കൻഡറി ഡാറ്റ നമ്മൾ പബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്നാണ് കളക്ട് ചെയ്യുക. ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക, ബുക്സിലെ എമിനൻ്റ് ഓതേഴ്സ് റിട്ടേൺ ചെയ്ത ബുക്സിൽ നിന്ന്, എക്കണോമിസ്റ്റ് പബ്ലിഷ് ചെയ്ത ബുക്സിൽ നിന്ന്, അല്ലെങ്കിൽ അതർ വ്യക്തികൾ പബ്ലിഷ് ചെയ്ത ബുക്കുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, ഗവൺമെൻറ് ഒക്കെ പല റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുക. അത്തരത്തിലുള്ള റിപ്പോർട്ട്, അങ്ങനെയൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, പ്രൈമറി ഡാറ്റ ഈസ് മോർ റിലയബിൾ, മോർ ആക്യുറേറ്റ്, മോർ ക്ലാരിറ്റി, പ്രിസൈസ് എക്സെട്ര. അപ്പോൾ പ്രൈമറി ഡാറ്റാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കുക, റിലയബിൾ ആണ്, കൂടുതൽ നമുക്ക് വിശ്വസനീയമാണ്, കൂടുതൽ ആക്യുറേറ്റ് ആണ്, കറക്റ്റായിരിക്കും, അതുപോലെ തന്നെ ക്ലാരിറ്റി കൂടുതലായിരിക്കും, പ്രിസൈസ് ആയിരിക്കും, നമുക്ക് ആവശ്യമുള്ള കണ്ടൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൈമറി ഡാറ്റാസിൻ്റെ അഡ്വാൻറ്റേജുകളാണ് ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ്, യൂസ് ഓഫ് സെക്കൻഡറി ഡാറ്റ സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ്. അപ്പോൾ സെക്കൻഡറി ഡാറ്റാസിൻ്റെ പ്രത്യേകതയും ഇവിടെ പറയുന്നുണ്ട്. സെക്കൻഡറി ഡാറ്റാസിന് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, മോർ റിലയബിൾ ആയിരിക്കില്ല, മോർ ആക്യുറേറ്റ് ആയിരിക്കില്ല. പക്ഷേ അതിനും ചില ബെനിഫിറ്റുകളുണ്ട്. ആ ബെനിഫിറ്റാണ് എന്തുണ്ട്, സെക്കൻഡറി ഡാറ്റ സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ് അല്ലേ. മറ്റാരെങ്കിലും കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷനാണ്. അപ്പം നമുക്ക് ടൈം ലാഭിക്കാം, കാരണം നമ്മൾ ഇനി കളക്ട് ചെയ്യാൻ പോകേണ്ട, പ്രോസസ്സ് ചെയ്യണ്ട, അതുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ ഇതിന് വരുന്ന ചിലവുകൾ എന്ത് ചെയ്യുക, കുറയ്ക്കാൻ പറ്റും. കാരണം ഇതിന് ചിലവില്ല, മറ്റാരെങ്കിലും എഫേർട്ട് എടുത്തിട്ട് കളക്ട് ചെയ്തതാണ്, അവർ പബ്ലിഷ് ചെയ്തതാണ്, നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് എടുത്താൽ മാത്രം മതി. അപ്പം സമയവും ടൈമും അല്ലേ, ടൈം ആൻഡ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്നതുമായി. ദി ലിമിറ്റിംഗ് ആസ്പെക്റ്റ് ഓഫ് പ്രൈമറി ഡാറ്റ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. അപ്പോൾ സെക്കൻഡറി ഡാറ്റൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പ്രൈമറി ഡാറ്റാസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ദി ലിമിറ്റിംഗ് ആസ്പെക്റ്റ് ഓഫ് സെക്കൻഡറി ഡാറ്റ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ്, ലെസ് റിലയബിൾ, ലെസ് ക്ലാരിറ്റി ആൻഡ് നോട്ട് ഇൻ പ്രിസൈസ് ഫോം. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ നമ്മൾ 4 ലൈൻസിലായിട്ട്, പാരഗ്രാഫിലായിട്ട് പറയുന്നത് എന്താണ്, ആദ്യം പ്രൈമറി ഡാറ്റാസിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, അതിനുശേഷം സെക്കൻഡറി ഡാറ്റാസിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, ദെൻ പ്രൈമറി ഡാറ്റാസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, സെക്കൻഡറി ഡാറ്റാസിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റാസിൻ്റെ അഡ്വാൻറ്റേജ് പ്രൈമറി ഡാറ്റാസിൻ്റെ ഡിസഡ്വാൻറ്റേജസുമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി വായിച്ചൊക്കെ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് സർവേ. അപ്പം സർവേ നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ, സർവേക്കാർ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ വീട്ടിൽ എത്ര ആളുകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വരാറുണ്ട് അല്ലേ. TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും പല ആവശ്യത്തിന് വേണ്ടി. അല്ലെങ്കിൽ എത്ര കുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ എത്ര ഏജായി എന്നൊക്കെ. അതൊക്കെ എന്താണ്, സർവേക്കുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ എന്തിനാണ് സർവേ നടത്തുന്നത്, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലേ. ദി പേർപ്പസ് ഓഫ് ദി സർവേ ഈസ് ടു കളക്ട് ഡാറ്റ കളക്ട് ചെയ്യാനാണ് സർവേ നടത്തുന്നത്. ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ സർവേ ഈസ് ക്വസ്റ്റ്യനെയർ ഓർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. അപ്പോൾ ഈ സർവേ നടത്തുന്ന സമയത്ത്, സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ സർവേ നടത്തുന്ന സമയത്ത് അവരെ കയ്യിലൊരു ചാർട്ട് ഒക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ആ ഒരു അവർ കൃത്യമായ ഓർഡറിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്ത് മുൻകൂട്ടി വന്നതായിരിക്കും. അപ്പോൾ അതിനനുസൃതമായിട്ടാണ് നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ പേരെത്രയാണ്, വയസ്സെത്രയാണ്, എന്നിട്ട് അവരെന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് കോളത്തിൽ എന്ത് ചെയ്യും, പേരും വയസ്സുകളൊക്കെ ചേർത്തതിന് ശേഷം മറ്റു ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ കൃത്യമായിട്ട് ചില ക്വസ്റ്റ്യൻസുകൾ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ
ക്വസ്റ്റ്യനെയർ എന്ന് പറയുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുക, അതാണ് അവരെന്ത് ചെയ്യുക കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സർവേക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്, മോസ്റ്റ് കോമൺ ഇൻസ്ട്രുമെൻ്റ് ആണ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾസ്. അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വൈൽ പ്രിപ്പയറിംഗ് ദി ക്വസ്റ്റ്യനെയർ ഓർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വൺ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ദി ഫോളോവിങ് പോയിൻറ്റ്സ്. അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്തിനു വേണ്ടിയിട്ടാണ്, സർവേ നടത്തുന്ന സമയത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്, ഇൻസ്ട്രുമെൻ്റ് ആണ്, ടെക്നിക്സ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് ചില പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ദ ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടൂ ലോങ്, വളരെ കൂടുതലായിരിക്കരുത്, കാരണം എല്ലാവരും തിരക്കുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ദി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ആസ് മിനിമം ആസ് പോസിബിൾ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അവോയ്ഡ് ഡിഫിക്കൾട്ട് വേർഡ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, വളരെ ഈസി ആയിരിക്കണം. അതെന്താണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഡിഫിക്കൾട്ടായിട്ടുള്ള ടേമോ വേർഡ്സോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ, അതായത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതാണ് ഓർഡർ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് അടുത്തും പറയുന്നത്, ദി സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതിനൊരു ഓർഡർ വേണം, ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ജനറൽ ടു സ്പെസിഫിക്കിലേക്ക് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ്. ഡബിൾ നെഗറ്റീവ്സ് കൊണ്ട് പറയുന്നത് മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് കൊണ്ട് അതായത് റെസ്പോണ്ടൻറ്റിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് യൂസ്, അത് തന്നെയാണ്. നെക്സ്റ്റ്, ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ലീഡിങ് ക്വസ്റ്റ്യൻ വിച്ച് ഗീവ്സ് എ ക്ലൂ അബൌട്ട് ഹൗ ദ റെസ്പോണ്ടൻറ്റ് ഷുഡ് ആൻസർ. ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്പോണ്ടൻറ്റിന് തന്നെ ക്ലൂ കൊടുക്കുക, എന്നെ ആൻസറാണ് അവർ നമ്മോട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊരു ക്ലൂ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലീഡിങ് ക്വസ്റ്റ്യൻ. ആൻസറിലേക്ക് ക്വസ്റ്റ്യൻ തന്നെ എത്തിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനെയർ, അതായത് സർവേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്വസ്റ്റ്യനെയർ. ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താവാൻ പാടില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്താവാൻ പാടില്ല, കൂടുതൽ ലോങ് ആവാൻ പാടില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നതാവാൻ പാടില്ല, കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അവോയ്ഡ് ഡിഫിക്കൾട്ട് വേർഡ്സ്. നെക്സ്റ്റ് എന്താണ്, അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. അതുപോലെ തന്നെ മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, പ്രിസൈസ് ആൻഡ് ക്ലിയർ. ഷുഡ് നോട്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ്, അതായത് മിസ്ലീഡിങ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. This should not be a leading question which gives a clue about how the respondent should answer. അവർക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള, അവരെടുത്തുന്ന ഏത് രീതിയിലുള്ള ആൻസറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ക്ലൂ കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത് എന്നുള്ളതാണ് അവസാന പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. Which among the following is a method of primary data collection? ഇപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷന് ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ പ്രൈമറി മെത്തേഡാണ്, നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ടെലിഫോണിക് ഇൻ്റർവ്യൂ, ടെലിഫോണിൽ ചോദിച്ചാലും എന്താണ്, നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ്. മെയിൽഡ് ക്വസ്റ്റ്യനെയർ, അല്ലേ, നമ്മൾ ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവർ മെയിൽ ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കുന്ന ഒരു മെത്തേഡാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡുകളാണ്. അപ്പോൾ ഇവിടെ ആൻസർ 4 വരിക. ഓൾ ദി എബവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് among the following is a source of secondary data?
അപ്പോൾ ഇവിടെ CSO ഉണ്ട്, NSSO ഉണ്ട്, RGI ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ഇത് പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വർക്കായിട്ട് ഇത് അസൈൻമെൻ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, CSO എന്താണ് കണ്ടെത്തുക, NSSO എന്താണ് കണ്ടെത്തുക, RGI എന്താണ് കണ്ടെത്തുക, മൂന്നും ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫിലായിട്ട് മൂന്ന് പാരഗ്രാഫിൽ എഴുതുക. അതായത് അധികം വേണ്ട, എന്താണ് എന്നുള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഇത് മൂന്നും എന്താണ്, സെക്കൻഡറി ഡാറ്റ സോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓൾ ദി എബവ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ്, നെയിം ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് ഡാറ്റ ആണുള്ളത്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. നെക്സ്റ്റ്, പോയിൻ്റ് ഔട്ട് ദി പ്രിക്വേഷൻ ടു ബി ടേക്കൺ വൈൽ യൂസിങ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റാസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. കാരണം സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റാസ് ആണ്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധ നമ്മൾ അതിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫോളോവിങ് പ്രിക്കോഷൻസ് ആർ ടേക്കൺ. അപ്പോൾ നെക്സ്റ്റ്, ഫസ്റ്റ് പോയിൻ്റ് ആണ് അബിലിറ്റി ഓഫ് ദി കളക്ടിങ് ഓർഗനൈസേഷൻ. കളക്ടിങ് ഓർഗനൈസേഷൻ്റെ അബിലിറ്റി, അവരുടെ അബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അവരുടെ ആ ഡാറ്റ കളക്ഷൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ സ്കോപ്പ്, അവരുടെ സ്റ്റഡിയുടെ സ്കോപ്പ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, അവർ കളക്ട് ചെയ്ത മെത്തേഡ്, നമ്മൾ പറഞ്ഞു ഇൻ്റർവ്യൂ മെത്തേഡ്, ടെലിഫോൺ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്നൊക്കെ പറഞ്ഞ് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണോ അവർ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ടൈം ആൻഡ് കണ്ടീഷൻസ് ഓഫ് കളക്ഷൻ ഡാറ്റ, എത്രത്തോളം സമയവും അതുപോലെ തന്നെ അവർ കളക്ട് ചെയ്ത സമയത്തെ കണ്ടീഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം വിശ്വസനീയമാണ് അല്ലേ, എത്രത്തോളം കൃത്യമാണ് അവരുടെ ഡാറ്റാസ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ സെക്കൻഡറി ഡാറ്റാസ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അബിലിറ്റി ഓഫ് ദി കളക്ടിങ് ഓർഗനൈസേഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, മെത്തേഡ് ഓഫ് കളക്ടിങ് സെക്കൻഡറി ഡാറ്റ, ടൈം ആൻഡ് കണ്ടീഷൻസ് ഓഫ് കളക്ടിങ് ഡാറ്റ, ആക്യുറസി ഓഫ് ദി ഡാറ്റ. നെക്സ്റ്റ്, മെൻഷൻ ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് കളക്ടിങ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ നമുക്ക് 2 സോഴ്സിൽ നിന്ന് പ്രധാനമായിട്ടും കളക്ട് ചെയ്യുക. ഒന്ന് പബ്ലിഷ്ഡ് സോഴ്സാണ്, മറ്റൊന്ന് എന്താണ്, അൺപബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. അപ്പോൾ പബ്ലിഷ്ഡ് സോഴ്സിൽ വരുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ, സെമി ഗവൺമെൻറ് പബ്ലിക്കേഷൻ, അർദ്ധ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ, ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ അല്ലേ, രാജ്യത്തിൻ്റെ പുറത്തുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട് അല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, IMF ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ പ്രൈവറ്റ് പബ്ലിക്കേഷൻസ് അല്ലേ, റിസർച്ച് പബ്ലിക്കേഷൻ, ഇതൊക്കെയാണ് എന്ത് പബ്ലിഷ്ഡ് സോഴ്സിൽ വരുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ, പബ്ലിഷ്ഡ് സോഴ്സ് ഉണ്ട്, സെക്കൻഡറി സോഴ്സ് ഉണ്ട്. മനസ്സിലാക്കുക, പബ്ലിഷ്ഡ് സോഴ്സിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അൺപബ്ലിഷ്ഡ് സോഴ്സിലാണ് സ്റ്റഡീസ് മെയ്ഡ് ബൈ സ്കോളേഴ്സ് അല്ലേ, റിസർച്ച് നടത്തുന്ന ആൾക്കാർ, അവരെ സ്റ്റഡീസ്, അവരെ റിപ്പോർട്ട്, അതാണ് എന്ത്, ഒന്ന് സ്റ്റഡീസ് മെയ്ഡ് ബൈ സ്കോളേഴ്സ്, മറ്റൊന്നാണ് സ്റ്റഡീസ് ഓഫ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത് രണ്ടുമാണ് അൺപബ്ലിഷ്ഡ് സോഴ്സിൽ വരുന്നത്. ഇത്തരത്തിൽ 2 സോഴ്സസ് ഉണ്ട് സെക്കൻഡറി ഡാറ്റാസിന്, പബ്ലിഷ്ഡ് സോഴ്സ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കളക്ഷൻ ഓഫ് ഡാറ്റാസ് എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനമായിട്ടും ഡാറ്റാസ് 2 രീതിയിൽ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് പ്രൈമറി, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ്. പ്രൈമറി ഡാറ്റാസ് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കും. സെക്കൻഡറി ഡാറ്റാസ് ടൈമും കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് അതിൻ്റെ രണ്ടിൻ്റെയും ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സർവേ ആണ്. സർവേക്ക് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഇൻസ്ട്രുമെൻ്റാണ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സുമാണ്.
അപ്പോൾ ഈ വർക്ക് നിങ്ങൾ ചെയ്യുക. CSO എന്താണ്, NSSO എന്താണ്, RGI എന്താണ് എന്നുള്ളത് ചെയ്യുക. ഈ ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കൺഫ്യൂഷൻസോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സ് എഴുതുക, നന്നായിട്ട് വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക, എന്നിട്ട് പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.